ഈ പറയുന്ന യു പിയിൽ 240ഓളം ഗുണ്ടകൾ വെടിയേറ്റ് തീർന്നു കഴിഞ്ഞു. ഒരുപാട് മാഫിയ കിങ്ങുകളെ തകർത്തു. നടു റോഡിൽ വെച്ച് ഒരുവനെ കൊന്നു വീഴ്ത്തിയവനാണ് സഹോദരങ്ങളായ റിസ്വാനും ഷക്കീൽ അഹമ്മദും. പിന്നെ അറിയുന്നത് ഇവർ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. മറ്റൊന്നുമല്ല, പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഇവർ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസ് തിരിച്ചു വെടിവെച്ചു. രണ്ടുപേരും തീർന്നു. ആശിഷ് രത്തൻ സിംഗ് ചോട്ടു എന്നറിയപ്പെടുന്നവൻ 4 കൊലപാതക കേസുകളിലെ പ്രതിയാണ്. പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തിരിച്ചു വെടിവെച്ചു. അവനും മരിച്ചു. അങ്ങനെ മരിച്ചവരുടെ എണ്ണം 240 കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ 10 വർഷം കൊണ്ട്. യോഗി ആദിത്യനാഥ് യു പിയിലെ മുഖ്യമന്ത്രി ആയതിനു ശേഷം 80,000-ഓളം പേരാണ് ഗുണ്ടാ നിയമം അനുസരിച്ച് തടങ്കലിലായത്. ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ച് അതിതീവ്ര ഗുണ്ടകൾ അല്ലെങ്കിൽ ഗുരുതര ഗുണ്ടകൾ 940 പേർ ജയിലിലാണ്. 28,000 വാറണ്ട് പ്രതികൾ ജയിലിലുണ്ട്. മാഫിയകളെ തകർത്തത് എങ്ങനെയാണ്? വെറുതെ ബുൾഡോസർ രാജ് വീടിടിച്ച് കളയുക മാത്രമല്ല, അവരുടെ വസ്തുക്കൾ സർക്കാർ ഏറ്റെടുത്തിട്ട് ലേലത്തിൽ വിൽക്കുന്നു. ആ പൈസ കൊണ്ട് പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ വീടുണ്ടായവർ ലക്ഷക്കണക്കിന് ആളുകളാണ്. ഗുരുതര കുറ്റകൃത്യങ്ങൾ പിടിക്കുന്നതിന് മാത്രം 12 ലക്ഷം ക്യാമറകളാണ് സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ചിരിക്കുന്നത്. വെറുതെ റോഡിലൂടെ പോകുന്നവൻ അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചു പോകുന്നവനെ 500 രൂപ 1000 രൂപ പെറ്റിയടിക്കുന്നതിനുള്ള ക്യാമറകളല്ലേ അത്? അങ്ങനെയുള്ള ക്യാമറകൾ അവിടെ ഉണ്ട്. പക്ഷേ അതിനപ്പുറം 12 ലക്ഷം ക്യാമറകൾ ഒരു സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ച് ജനത്തിന്റെ സ്വൈര ജീവിതം ഉറപ്പാക്കുന്ന ഒരു സർക്കാർ, കുറ്റവാളികളെ എവിടെയെന്ന് ട്രാക്ക് ചെയ്ത് അറസ്റ്റിലാക്കുന്ന ഒരു സർക്കാർ. ഗുണ്ടാരാജ് തന്നെ. ഇത്തരം ഗുണ്ടാരാജ് യോഗി നടത്താൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. സമത്വ സുന്ദര കേരളം പോലെ ഇവന് മുട്ടയും മീനും ഇറച്ചിയും കൊടുത്ത് പൊലിപ്പിക്കണം. അവൻ ഇറങ്ങി വീണ്ടും ഗുണ്ടായിസം കാണിക്കണം. അവന് 621 രൂപ പോരാ, 1000 രൂപ ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിലും ജയിലിൽ കിടക്കുന്നതിനുള്ള കോമ്പൻസേഷനായിട്ട് അവനത് കൊടുക്കണം. എങ്കിലേ കേരളം കൂടുതൽ സമത്വ സുന്ദരമാകൂ. കാട്ടുനീതി തന്നെയാണ്. ഈ കാട്ടുനീതി കൊണ്ട്, ബുൾഡോസർ രാജു കൊണ്ട് അവിടെ കുറച്ചത് കുറ്റവാളികളുടെ എണ്ണമാണ്. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കൂട്ടക്കവർച്ചകൾ 84.41% കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമാണ് ഇപ്പോൾ കൂട്ടക്കവർച്ചകൾ. നടക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ 84.41% കുറഞ്ഞു. കൂട്ടക്കവർച്ചകളുടെ നാടാണ് യു പി. നമുക്കറിയാം, പഴയ കൊള്ളസംഘങ്ങൾ പോലെ തന്നെയാണ്. അത് വൻപിച്ച രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. പിടിച്ചുപറി കുറഞ്ഞത് 77.43%.